അവൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം ഇവിടെ വല്ലതും. 3000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം പറഞ്ഞപ്പോൾ നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്ന അല്ല എന്റെ പണി, ഞാനേ പ്രശ്നേഷല്ലാന്ന്. നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. എനിക്കിപ്പോ ഒരു നേരെയുള്ള വാരത്തരികയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പോൾ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. എച്ചി കണക്ക് പറയലടാ, തിന്നുന്നതിന് കണക്ക് പറയലടാ, എച്ചി കണക്ക് പറയലടാ. ഞാൻ പറഞ്ഞു തിന്നുന്നതിന് എന്നാ കണക്കാവുന്ന ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം, അതല്ലെങ്കിലും കെട്ടിവന്ന പെണ്ണിനായിരിക്കും പ്രശ്നമെന്ന് എനിക്ക് അറിയാം. എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മച്ചിട്ട് ചോദിച്ചത്, അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്തതാണോ പ്രശ്നം, ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം, അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിൻ്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച്. അത് ചോദിക്കേണ്ടി വന്നതാണ്, ചോദിപ്പിച്ചതാണ്. ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പോയത്. എന്തായാലും പറയുമ്പോൾ എല്ലാം പറയാം, ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇത് തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ട്രോളും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് വീട്ടിൽ ഞാൻ പ്രശ്നേഷായിരുന്നു. അതായത് എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും അവർ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു സൈഡിലോട്ട് മാറി. നിങ്ങൾ വീഡിയോസൊക്കെ നോക്കിയാലും മനസ്സിലാവും. ട്രോളൊക്കെ വന്ന സമയത്താണ് അവർ കംപ്ലീറ്റ് ആയിട്ടും, എന്ന് വെച്ചാൽ ട്രോള് വരാനുള്ള സാനിറ്റൈസറോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്നതോ ആയിട്ടുള്ള വീഡിയോസ് അല്ലാത്ത വീഡിയോസിൽ നിന്ന് പോലും അവർ മാറി നിൽക്കുമായിരുന്നു. എനിക്ക് വീഡിയോ എടുത്തുതരാൻ പോലും എൻ്റെ അമ്മ പോലും വരത്തില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ, ആ സമയത്ത് അവർ വരണ്ട, അവർ സേഫ്റ്റി നോക്കുമല്ലേ, സേഫ്റ്റി നോക്കട്ടെ, നല്ല കാര്യം. ഇപ്പോൾ നമ്മളാ സേഫ്റ്റി നോക്കണില്ല, നമ്മുടെ ഒരു ജോലി പോലെയാണ് ഇതിനെടുക്കുന്നത്. അവർ സേഫ്റ്റി നോക്കുന്നത് നല്ല കാര്യം എന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ കൂടെ ഇവള് മാത്രമേ ഉള്ളായിരുന്നു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പിന്നെ എൻ്റെ 1-2 കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവന്മാർക്ക് ഫോൺ കൊടുത്തിട്ട് പറയാം, എടാ ഒരു വീഡിയോ എടുത്തിരാൻ പറയാം. അവന്മാരൊക്കെ പക്ക സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. ഈ കൂട്ടുകാരന്മാരെയാണ് വീട്ടുകാർ ഗുണ്ടകളെന്ന് പറഞ്ഞത്. അതിലോട്ട് ഞാൻ വരാം, എങ്ങനെയാണെന്ന് വരാം. അതുപോലെ കുറച്ച് ഡയലോഗുകളൊക്കെ അടിച്ചായിരുന്നു. അതായത് കുപ്പിയുടെ പുറം സാനിറ്റൈസ് ചെയ്യേണ്ട കാര്യം എന്താ, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അതെന്തിനാ ചെയ്യിച്ചെന്ന് ഇവളുടെയൊക്കെ ചോദിച്ചു. അതേ ഉള്ളൂ, എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ ആക്ഷൻസ് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവളുടെയൊക്കെ എന്ത് കാര്യത്തിന് അങ്ങനെ അനാവശ്യമായിട്ടുള്ള സംസാരം സംസാരിക്കുന്നത്, എന്തൊക്കെയാ സംസാരിക്കുക. അല്ലെങ്കിലും ഇവൻ എന്തെങ്കിലും ചെയ്താലും എല്ലാവരും എന്നോടാ ചോദിക്കുന്നത്. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി നൈസായിട്ട് ഗ്രീൻ ഹൗസിൽ നിന്ന് ഫുള്ളായിട്ട് മാറി. എന്നോടത് അവള് പറയുകയും ചെയ്തായിരുന്നു, നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. നമ്മൾ ഇന്നേ വരെ ഗ്രീൻ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല. അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന ലാഭം കേട്ടോ, അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങൾ അവൾ നോക്കിക്കോണമെന്നാണ് പറയുന്നത്. അമ്മ ഫുള്ളായിട്ട് അതിൽ നിന്ന് മാറി. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിപ്പോൾ ഒരു നേരെയുള്ള വാരത്തരികയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നതല്ല. ഞാനിപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലിയുണ്ട്, ഞാൻ പെരുത്തിരിക്കുവാണ്, ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അവൾ പറയും ഒരിച്ചിലെങ്കിലും കഴിക്കും, ഞാൻ വാരിത്തരാന്ന് പറയും. അപ്പം ഞാൻ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരിത്തരുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടിൽ ഇവളുടെ അപ്പച്ചി ഉള്ളപ്പോൾ വരെ പോയി പറഞ്ഞിട്ടുണ്ട്, അത് അവന് കൈപൊങ്ങത്തില്ലെന്ന്. ഭയങ്കര പുന്നാരമാണ്, വാരിക്കൊടുത്താലേ കഴിക്കത്തുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ ഇവന് വാരിക്കൊടുക്കുമ്പോ പറയുമായിരുന്നു, എന്താണ് ആദ്യമൊക്കെ ഇതൊക്കെ കാണത്തുള്ളു, വാരിക്കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളു, പിന്നെ ഇതൊന്നും കാണത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തന്നെ വാരിത്തിന്നാനൊക്കെ പറയും, ആദ്യത്തെ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് ഇതെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മള് 1 വർഷം പിടിച്ചൊന്ന് സിങ്കായിട്ട് വരാനായിട്ട് കേട്ടാ. സിങ്കായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നവും തുടങ്ങി, അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അതിന് മുമ്പേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ ആളുടെ കൂടെ കിച്ചൻ്റെ കൂടെ ഇരുത്തത്തില്ലായിരുന്നു. അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല, കാരണം അമ്മയല്ലേ, കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ അനിയത്തിലൂടെ പുറകിലിരിക്കും, അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി. ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട്, കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതും കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിലിരുന്നു.
അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എൻ്റെ സ്ഥാനം നീ കൈയടക്കില്ലേ എന്ന്. ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയല്ല, കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിലിരുന്നത്, അവന് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എന്നോട് ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ പറഞ്ഞ പോലെ ട്രോളൊക്കെ തുടങ്ങി. വീട്ടുകാർ, എൻ്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് ഈ ഭയങ്കര തേർഡ് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ്. അതായത് ഈ കുശുമ്പ് ചെറ്റകളുടെ വീഡിയോസ്, ട്രോളോളി എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാളും താഴേക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും. അമ്മ കാണുന്ന മാത്രമല്ലായിരുന്നു, അതിലെ കമന്റ്സ് ഞങ്ങളോട് വന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം പുള്ളിക്കാരി മാനിപ്പുലേറ്റഡ് ആയി തുടങ്ങിയത്. അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ്. അപ്പോൾ അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവൾ പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പോൾ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ, അതായത് അവൾക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് എന്നുവെച്ചാൽ നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീൽ ചെയ്യട്ടെ. അപ്പോൾ അത് തീരുന്നതിന് മുന്നേ അടുത്ത സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, പക്ഷെ അവനവന്റെ കാര്യം അല്ല. അങ്ങനെയല്ലടി, ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നുമല്ല. അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തഴയുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഓഫ്കോഴ്സ് ഭാവിയിൽ ഏടികൾ വരും. അപ്പൊ അവക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ, നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എടി നീ നിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ നിന്റെ കയ്യിൽ ഒരു വരുമാന മാർഗം, ഒരു സ്കിൽ സെറ്റ് വേണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരൻ വന്നിട്ട് രക്ഷിച്ചോണ്ട് പോകുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി, എന്നോട് മിണ്ടാതിരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അങ്ങോട്ടൊരു പട്ടിയെ പോലെ എന്നിട്ട് മാക്സിമം പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, എടി സ്വന്തം കാലിൽ നിൽക്കി, നിൻ്റെതായ ഒരു കഴിവ് വളർത്ത്, നിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഞാൻ എപ്പോഴും പറയും, സോഷ്യൽ മീഡിയ ആവണമെന്നില്ല. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വേറെ എന്ത് ഫീൽഡിലും ആയിക്കോട്ടെ, നിൻ്റെതായ ഒരു ബ്രാൻഡ് നെയിം നീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ ഹൗസിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് ഗ്രീൻ ഹൗസിൻ്റെ സോഷ്യൽ മീഡിയ വെച്ചും അതുപോലെ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചും ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെയാണെങ്കിലും അവളൊരു മാതിരി പുച്ഛിച്ചു വിടുന്നു, തഴച്ചിലാണ് അവളുടെ മുഖത്ത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തിയല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്രയും പട്ടിയെ പോലെ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കിയത്. അല്ല, എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആയപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, വീട്ടിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അതിനകത്ത് നിൻ്റെ ചിലവുകളും ഉൾപ്പെടും. അതല്ല, അത് ഇത്രയും കാലം എങ്ങനെയാണോ കൊണ്ടുപോയത്, അച്ഛൻ ഇട്ടേച്ച് പോയപ്പോൾ തൊട്ട് കൊണ്ടുപോയ രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി, എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം. പക്ഷേ കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കേഷൻസിനപ്പുറത്തും ഒക്കേഷൻസിനും ഒക്കെ ആയിട്ടുള്ള ചിലവുകൾ ഞാൻ കട്ട് ചെയ്യും. കാരണം നിന്റെ കയ്യിൽ ഗ്രീൻ ഹൗസിൽ നിന്ന് ഇപ്പം തന്നിട്ടുള്ള പൈസ ഉണ്ട്, അവൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. എൻ്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേൽ കാണിക്കാം ഇവിടെ വല്ലതും. ലാസ്റ്റ് കൊടുത്തത് 3000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ കുറേ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ്, ഇനി നിന്റെ കാര്യം നീ നോക്കണം. നിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ്, ഡ്രസ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ലേഷർ ആക്ടിവിറ്റീസ്. അല്ലാണ്ട് വീട്ടിലോട്ട് അവൾ ഉൾപ്പെടെ എൻ്റെ വീട്ടിലെ അംഗങ്ങളാണ്, അപ്പോൾ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത്, അത് ഞാൻ ചെയ്യും, ബാക്കി നിന്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യമായിപ്പോയി. അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇനി കിട്ടൂല എന്നുള്ളപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പായിപ്പോയി. അങ്ങനെ ഒട്ടും മിണ്ടത്തില്ല, ഒരു 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 വൈരാഗ്യം പോലെ നമ്മളെ നോക്കത്തില്ല. ഓക്കെ, ഒരു കുഴപ്പമില്ല, എന്നെ ആരും എപ്പോഴും മിണ്ടി ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയണില്ല. ഈ വാശിക്കെങ്കിൽ രക്ഷപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു. അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ പറയുമായിരുന്നു. അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് എന്തുകൊണ്ടാണ് അവളോട് അങ്ങനെ പറയുന്നത്. അവള് സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടട്ടെ, അവൾക്ക് അവളുടേതായ ഏണിങ്സ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്. അല്ലാതെ അവളെ ഉപേക്ഷിക്കുകയോ അവളുടെ കാര്യം ഒന്നും നോക്കത്തില്ലെന്നോ ഒന്നും അല്ലെന്ന് ഇവൻ ക്ലിയർ ആയിട്ട് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഒറ്റ ഡയലോഗുള്ളൂ. അതായത് ഒരു അഫെയറിന്റെ പുറത്ത് അടുത്ത അഫെയർ സെറ്റാക്കി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളെ കുറിച്ച് അമ്മ പറയുന്ന ഇതാണ്, ഞാൻ അവളെ എങ്ങനെയാ ഉപേക്ഷിക്കുന്ന, അവൾക്ക് വല്ല ഡിപ്രഷനും വന്നാലാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മ, ഇതിൻ്റെ ഇടയിൽ കിടന്ന് നെട്ടോട്ട് ഓടുന്ന എനിക്കെങ്ങനെയാണ് ഡിപ്രഷൻ വരാണ്ടിരിക്കുന്ന? ഒന്നാമത് മനുഷ്യൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് മുക്കറായിട്ടുള്ള ഓട്ടമാണ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇവക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അമ്മച്ചിക്ക് കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഉണ്ട്.
അങ്ങനെ ചിലവെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, വൃത്തികെട്ട ചിലവുകളാണ്. അപ്പോൾ വൃത്തികെട്ടെന്ന് വെച്ചാൽ കാരണങ്ങളല്ല പറയുന്നത്, ചിലവ് നമുക്ക് വരവിനേക്കാളും ചിലവാണ്, നമ്മുടെ കയ്യിൽ നിൽക്കണില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് ഓടുമ്പോൾ എനിക്കെങ്ങനെയാണ് ഈ പ്രശ്നം വരാണ്ടിരിക്കുന്നത്? ഇപ്പോൾ അവളെ അമ്മച്ചി ഉപേക്ഷിക്കാനോ ഒന്നുമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എൻ്റെ അമ്മയെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളതുകൊണ്ട് ആണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരുപാട് പട്ടിയെ പോലെ ആട്ടി ഓടിക്കാനൊക്കെ നോക്കിയിട്ടും ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഞാൻ തെറിയാണ് പറയുന്നതെന്ന്, ഞാൻ അമ്മച്ചിയെ തെറിയാണ് പറയുന്നതെന്ന്. ഞാനെന്ത് പറയുന്നത്, ഞാൻ ആ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ റേസ് ആവും. അതായത് ഇതുകൊണ്ടാണമ്മ, ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവിടെ ഇവിടേക്ക് ഇങ്ങനെ അഫയേഴ്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുള്ള നാശമായി പോകത്തേയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ തെറി പറയുന്നു, എനിക്ക് നിനക്ക് സംസാരിക്കേണ്ട, ഓടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പട്ടിയാട്ടുന്ന പോലെയായിരുന്നു. പക്ഷേ ഞാനോർത്ത എൻ്റെ അമ്മയല്ലേ, സാരമില്ല, ഇത്രയും കാലം ഞാൻ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. കൊച്ചിലേക്ക് ഞാൻ എൻ്റെ അച്ഛൻ ഓരോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അച്ഛനെ തെറി വിളിക്കുമ്പോൾ എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഉള്ളത് പറയണമല്ലോ. അപ്പം ആ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറി പോലും പറയാണ്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ പുറത്ത്, അല്ലെ എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ കൺവേ ചെയ്യാൻ നോക്കുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ ഇങ്ങനെ ആട്ടുമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരുപാടെന്ന് വെച്ചാൽ ഒരു 4-5 വട്ടത്തിന് മേളിൽ ഞാൻ അമ്മയുടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറും ഒക്കെയുള്ള സെഷൻസ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ ഇതിനൊക്കെ ഭ്രാന്ത് പിടിച്ചിട്ട് വട്ടവടെ പോയി എത്ര ദിവസം നിന്ന്, ഒരാഴ്ചയോളം നിന്ന് ക്യാൻഡിൽ ഹോപ്പിലാണ് നിന്നത്. നമ്മുടെ റമീസിക്ക ഉണ്ടായിരുന്നു, റമീസിക്കയുടെ പാർട്ട്നേഴ്സിൻ്റെയാണ്. അപ്പം അവിടെ സത്യം പറഞ്ഞാൽ അയ്യോ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു, മൊത്തമായിട്ടുള്ള ഒരു എസ്കേപ്പ് ആയിരുന്നു. പക്ഷെ അവിടെയും വന്ന് കമൻറ്റുകളെയും മറ്റവനും ഒക്കെ വെളിയിലും നടക്കാനും ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓൾറെഡി വീട്ടിൽ ഇതൊക്കെ കൊണ്ടാണ് പോയത്. അമ്മയാണെങ്കിൽ ഓൾറെഡി നാട്ടിലുള്ളപ്പം പറയുമായിരുന്നു, നീ എച്ചി കണക്ക് പറയലടാ, തിന്നുന്നതിന് കണക്ക് പറയലടാ, എച്ചി കണക്ക് പറയലടാ. ഞാൻ പറഞ്ഞു തിന്നുന്നതിന് എന്നെ കണക്കാകുമ്പോൾ ഞാൻ പറഞ്ഞത് ചിഞ്ചുൻ്റെക്കൽ നീ സ്വന്തമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ബേസിക് ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫുഡിന്റെ കാര്യത്തിലൊന്നും ഞാൻ കണക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ കണക്ക് പറഞ്ഞതാക്കി, അങ്ങനെ ആക്കി അത് കൺവേർട്ട് ചെയ്ത്. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും അതുവരെ കണ്ട അമ്മയല്ല, കുറെ കൂടെ എന്തോ ഒരു കലിപ്പ്, വൈരാഗ്യം, ഒരു പക വെച്ചിട്ട് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നിയേ. ഞാൻ പിന്നെ അത് അമ്മയും മോളും തമ്മിൽ സംസാരിച്ച് അങ്ങനെ ആയിട്ടുള്ളതാണ്, അത് വിഷയമുള്ള കാര്യമല്ല എന്ന് വെച്ചാൽ ഞാനതിൽ എന്ത് പറയാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ കൺവേ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കൺവിൻസ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് പാകേണ്ട ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അപ്പോഴും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. അപ്പോൾ ഒരു ദിവസം രാവിലെ അമ്മച്ചേരിക്ക് ചോദിച്ചു, വിഷു അല്ലായിരുന്നാടി? വിഷു ആയില്ല, വിഷുവിന്റെ മുമ്പായിട്ട് ചിഞ്ചുവിന് വിഷുവിന്റെ 2 ആഴ്ച കണ്ടുണ്ടായിരുന്നു. പിന്നെ രക്ഷപ്പെടാൻ പറഞ്ഞപ്പോഴത്തേക്കും ചിഞ്ചു രക്ഷപ്പെടാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ PSCക്ക് പോയി ചേർന്ന്. പണ്ട് കോപ്പറേറ്റീവ് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് അതൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ മുഴുവൻ ഉടായ്പാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ടീമാണ് പോയി PSCക്ക് ചേർന്ന്. PSC എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ളതല്ല, പൈസ കൊടുത്തിട്ടുള്ള സംഭവം. അപ്പോൾ അത് അവളുടെ കയ്യിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അത് അവനവൻ്റെ കാര്യം, അവനവൻ്റെ തീരുമാനം. ഒന്നും ചെയ്യാൻ മേലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കോട്ടെ. അപ്പോൾ വിഷുവിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ് ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ, ഞാൻ ഓൾറെഡി അവൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഡ്രസ്സ് ഒന്നും വേണ്ടി എടുത്തു കൊടുക്കാൻ പോണില്ല എന്നുള്ളത്. പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കണില്ല, രശ്മിക്കും ഡ്രസ്സ് എടുക്കണില്ല, ചിഞ്ചുവിനും ഡ്രസ്സ് എടുത്ത് കൊടുക്കത്തില്ല, അല്ലിക്ക് എടുത്ത് കൊടുക്കാം, അമ്മച്ചിക്ക് ഡ്രസ്സ് വേണം, അമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്ത് തരും. അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും. അത്ര അല്ലി എന്ന് വെച്ചാൽ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്, അപ്പം അവൾ വീട്ടിലെ അംഗമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിഗറായി. നീ എന്തു അടയിച്ചു ഈ കാണിക്കുന്നു? കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് അമ്മയും പെങ്ങളെയും കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവനായി. എന്തുവാണ് ഇപ്പം അവൻ അമ്മയും പെങ്ങളെയും വേണ്ട. അതെ. എന്നിട്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ച്, അങ്ങനെ ആ പോയിന്റ്സ് ഒക്കെ വെളിയിൽ നിന്ന് ഇപ്പോൾ ഫുഡ് മേടിച്ചെടുത്തില്ല, കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല, ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല, ഇവളെയും കൊണ്ടാ കറങ്ങാൻ പോണത്. അനിയത്തിക്ക് ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ്. ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, അതിൽ പോലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അമ്മ, ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുൻ്റെക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ, അവൾക്ക് വല്ല ഡിപ്രഷൻ വന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കാൻ ഞാൻ പറയണില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നതിന് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ കാണുന്നത് എന്തിനാണ്? ഞാനും അമ്മച്ചിയുടെ മോനല്ലേ. അത് കൂടുള്ളവരെ ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് വിടുകയാണോ ചെയ്യേണ്ടത്? നമ്മൾ ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് നിങ്ങളതിനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ടല്ലോ, നിന്റെ ഭാര്യയ്ക്ക് നീ എപ്പോഴും ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ്. ഭാര്യയ്ക്കും എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ഡ്രസ്സ് എടുക്കുന്നെന്നാ? വല്ലപ്പോഴും നമുക്കിപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടെന്നുള്ളത്.
ഇതൊക്കെ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മുടെ ജോലി വീഡിയോ എടുക്കൽ ഇപ്പോൾ നമ്മുടെ ജോലി തന്നെയാണ്. കാരണം വർക്കിൽ നിന്ന് വരുന്ന വരുമാനം പോലെ ഇതിൽ നിന്നാണ് ഇപ്പോൾ മെയിൻ വരുമാനം വരുന്നത്, വർക്കിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പം ആരോഗ്യം വെച്ചിട്ട് ഇപ്പോൾ എനിക്കുള്ള ആരോഗ്യം വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയിൽ ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. 30 ദിവസം എനിക്ക് പറമ്പ് പണിക്കൊന്നും പോകാൻ പറ്റൂല. അപ്പം മാത്രമല്ല വാട്ടർ ടാങ്കിനാണെങ്കിലും 30 ദിവസമൊന്നും പോകാൻ പറ്റത്തില്ല. കൈക്കൊക്കെ ഓൾറെഡി നല്ല കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. പണിക്കാൻ അന്ന് തൊട്ട് പണി എടുത്തിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺവേ ചെയ്യുമ്പോഴും അമ്മച്ചി ഇങ്ങനെ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് കേൾക്കണില്ല, അവിടെ നിന്ന് തിരിച്ച് പറയാനുള്ള സാധനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് കുറേ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് എന്തുവാ പറയുന്നത്, ഈ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായാലും ഞങ്ങൾ തമ്മിൽ വഴക്കില്ലാണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞ് ഉടനെ മാറിപ്പോകുന്ന അവനായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോഴേ മാറിപ്പോണ്ടേ. ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി ഈ പറയുന്നത്. അതിനകത്തും ബേസിക് കാര്യം അമ്മച്ചിക്കും അറിയാം, ചിഞ്ചുവിൻ്റെ ഈ പോക്കിൻ്റെയാണ് ഞാൻ ഈ പറയുന്നതെന്നുള്ളത് അമ്മച്ചിക്ക് അറിയാമെന്ന് പറയുമ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല കംപ്ലീറ്റ്ലി. അതായത് എന്തുവാ പറയണ്ടേ, അവളെ അമ്മച്ചി അങ്ങോട്ട് സ്ഥാപിക്കുമോ കല്യാണം കഴിഞ്ഞപ്പോൾ കിച്ചു മാറിപ്പോയി, ഞാൻ വന്ന് എന്തോ മാറ്റിയെന്ന്. കാരണം ഇവര് അമ്മയും മക്കളുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഒരു കാര്യം പോലും അമ്മയോടും പറഞ്ഞിട്ടില്ല, കിച്ചുവിനോടും പറഞ്ഞിട്ടില്ല, ആരുടെ പക്ഷത്തും നിന്നിട്ടില്ല. പക്ഷേ ഇപ്പം പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം. അതല്ലെങ്കിലും കെട്ടിവന്ന പെണ്ണിനായിരിക്കും പ്രശ്നമെന്ന് എനിക്കറിയാം, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഇവളുടെക്കേലും ഇടയ്ക്കൊക്കെ ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ ഇവൾക്ക് ഫീൽ ആകുമ്പോഴും ഇവള് മിണ്ടത്തില്ല. അപ്പൊ ഞാൻ എല്ലാം ഉള്ളിലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ മാനസികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓർത്തു ഞാൻ വന്നതിൻ്റെ എൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേയൊക്കെ ഉള്ളിലൊതുക്കി. കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവനോട് പോലും അതെല്ലാം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെടി, നീ ഇത് നിനക്കൊരു കാര്യം ഒരു എന്തുമായിട്ടായിക്കോട്ടെ തോന്നുമ്പോൾ അത് നീ അപ്പം തന്നെ തിരിച്ച് സംസാരിച്ചോ. അതിനകത്ത് നീ ആരെയും പേടിക്കുകയോ ഒന്നും വേണ്ട കാര്യമില്ല. തിരിച്ച് സംസാരിക്കുന്നതിനകത്ത് നമ്മൾ ഒതുങ്ങുമ്പോഴാണ് അത് ഉള്ളിൽ കിടന്ന് സങ്കടം കൂടുന്നത്. മാത്രമല്ല മറ്റുള്ളവർക്കൊരു സ്പേസും കിട്ടും നമ്മളെ കയറി ആക്രമിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സ്പേസ് കൊടുക്കണ്ട. ഇപ്പം അമ്മയായാലും അനിയത്തിയായാലും എൻ്റെ അമ്മയായാലും എൻ്റെ അനിയത്തിയായാലും നീ സംസാരിച്ചോളാം പറഞ്ഞിട്ട് പോലും അവൾ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ ലാസ്റ്റ് ഇവളുടെ തലയിലാണ് ഇതൊക്കെ വന്ന് നിൽക്കുന്നത്. അത് പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് മോനെ കൊന്നിട്ടാണേലും മോനെ ശവം വീഴ്ത്തിയിട്ടാണേലും മരുമോളുടെ കണ്ണീര് കാണണമെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വഴക്കായി അമ്മ എന്തൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ എന്തുവാ ഇവിടെ ഈ കാട്ടുമുക്കിലാണ് കൊണ്ടിട്ടേക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ, മോനായി പോയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു നല്ലൊരു വീട് പണയത്തിന് എടുത്തു കൊടുത്തതിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ അമ്മച്ചി പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ, ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈൻറ്റ് കൊടുത്തോളാം പറഞ്ഞപ്പോൾ നിന്നെപ്പോലെ എല്ലായിടത്തും പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് നടക്കുന്നതല്ല എൻ്റെ പണി, ഞാനേ പ്രശ്നേഷല്ലാന്ന്, നിന്നെപ്പോലെ പ്രശ്നേഷല്ലാന്ന്, വെറുതെ അല്ല നിന്നെ ആൾക്കാർ പ്രശ്നേഷം എന്ന് വിളിക്കുന്നതെന്ന്. ഞാൻ മിണ്ടിയില്ല. എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്ന്, പക്ഷേ ഞാൻ മിണ്ടിയില്ല, ഞാൻ ഒരു വാക്ക് മിണ്ടിയില്ല. ഞാൻ എന്നിട്ട് അപ്പുറത്തോട്ട് മാറി റൂമിൽ കയറിയിട്ട് ഉള്ളിലൊക്കെ പറഞ്ഞ് ഭക്ഷണം പോലും രാവിലെ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞെടി നീ അത്യാവശ്യമുള്ള ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുത്തോ, നമുക്ക് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കാം, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ്. മാത്രമല്ല ഭക്ഷണവും കഴിക്കണ്ടേ, ഇവളെ മരുന്ന് കഴിക്കുന്നേ, ഇവളെ പട്ടണിക്ക് ഇടാൻ പറ്റുമോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഭയങ്കര ബഹളമൊക്കെ വന്നിട്ട് അമ്മ റൂമിൻ്റെ വാതിക്കലൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് അമ്മച്ചിക്ക് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞപ്പോഴെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തുവാ അമ്മ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത്, അമ്മച്ചിക്ക് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടാണോ ഇത്രയും കലിപ്പ് വരുന്നത്, അമ്മച്ചിക്കൊരു നല്ല ദാമ്പത്യം കിട്ടാത്തതിൻ്റെ ആണോ എന്ന് ഞാൻ ചോദിച്ചു. ഡിവോഴ്സ് ചെയ്യണോ, ഇവളെ ഡിവോഴ്സ് ചെയ്താൽ പ്രശ്നം തീരുവോ, അങ്ങനെയാണെങ്കിൽ ഇവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് അമ്മച്ചി പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യണമെന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരിക്കൊരു ദാമ്പത്യം കിട്ടാത്തതിൻ്റെ ആണ് ഈ കലിപ്പെന്ന് വന്നതില്ലേ, അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നേരെ റൂമിൽ കയറി വാതിലടച്ച് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയേച്ച്. കാരണം വിശന്നിട്ട് പാടില്ല കേട്ടോ, ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ദിവസം രാത്രി ഞങ്ങളൊരു 2-3 മണിയൊക്കെയാണ് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നത്. എന്നിട്ട് രാവിലെ തുടങ്ങിയതാണ് ഈ പ്രശ്നം. എന്നിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് ശ്വാസം വിടാനായിട്ട് ഇവിടെ വീട്ടിൽ പോലും പോയി ശ്വാസം വിടാനായിട്ട് കുറച്ച് നേരം കുട്ടനാട്ടിൽ പോയി പാടത്ത് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി വിളിച്ച്, അവളപ്പം PSCക്ക് പോകണമെന്ന് പറയാനാണ് വീട്ടിൽ നിന്ന് പോണത്. അപ്പോൾ അവൾ വിളിച്ചിട്ട് ഇവളുടെ ഫോണിൽ വിളിച്ചല്ലേ, ഇവളുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് എടി നിങ്ങളിവിടെ വഴക്കിട്ടായിരുന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ പറഞ്ഞ് അമ്മയും ഇവനും കൂടെ വഴക്കിട്ടായിരുന്നു,
എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ചിഞ്ചുവിനെ കണ്ടപ്പോഴത്തേക്കും റൂമിൽ കയറി കഥ അടച്ച് പ്രായമുള്ള ആളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ പോരുന്നവരെ അങ്ങനെ നമ്മളോടുള്ള പോയി കഴിഞ്ഞാൽ കഥ അടച്ചത്, നമ്മൾ പോകുമ്പോ കഥ അടച്ചിട്ടില്ല. അല്ലല്ല, കഥ അടച്ചിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്ന് വെളിയൊക്കെ വന്ന് സോഫയിലൊക്കെ ഇരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പുറത്തിറങ്ങിയത് പോയത്. യെസ്. അപ്പം ഞങ്ങള് ഇതുപോലെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് അവളെ കണ്ടപ്പോൾ കഥ അടച്ചത്. അവർക്ക് അവളെ കാണുമ്പോൾ കഥ അടയ്ക്കാനായിട്ട് അവളുമായിട്ട് വഴക്കില്ലല്ലോ, അവളുടെ പേരും പറഞ്ഞാണ് അമ്മച്ചി ഇങ്ങോട്ട് വഴക്കിട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ഓർത്ത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു, ടയർഡായിരുന്നു, മൈൻഡ് കൊണ്ട് എനിക്ക് ഓക്കെ അല്ലായിരുന്നു. എനിക്കറിയാം അമ്മച്ചി അവിടെ അങ്ങനെ അവളോട് വഴക്ക് പറയേണ്ട കാര്യമില്ല, അവളോട് ദേഷ്യം പറയേണ്ട കാര്യമില്ല, എല്ലാ ദേഷ്യം എന്നോടാണ്. അപ്പോൾ പിന്നെ എന്നോട് വെള്ളമിടുക, എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് വെള്ളമിടുക. അപ്പം പിന്നെ ഇതെന്ത് ഡ്രാമയാന്ന് ഓർത്ത്. പിന്നെ ഇവള് പറഞ്ഞ് വാട പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എടുത്ത് അങ്ങോട്ട് ചെല്ലുന്ന വഴി ഞാൻ ഇവളുടെ വിളിച്ച് തുറന്നു നോക്കാൻ പറഞ്ഞ്, അനിയത്തിയെ വിളിച്ചിട്ട് പറഞ്ഞ് തുറന്നു നോക്കാൻ കൊട്ടി പുറത്തിറങ്ങാൻ പറയാൻ പറഞ്ഞ്. അല്ലെങ്കിൽ ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ വേണമെങ്കിൽ ആംബുലൻസിനെ വിളിച്ചു വിടാൻ ആംബുലൻസിനെ വിളിച്ചു വിടാന്ന് പറഞ്ഞു. കാരണം കാറിൽ ഓടുന്നതിനൊരു സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ നേരെ ഓടി അവിടെ ചെന്ന് ഞാൻ കൊട്ടി. അപ്പം ഞാൻ പറഞ്ഞു അമ്മ തുറക്കെന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തുറന്നു തന്നിട്ട് പറഞ്ഞ് എന്തുവാ നിങ്ങൾക്ക് ഞാൻ ശല്യമാവുന്നില്ല, നീ എൻ്റെ അങ്ങനെ ചോദിച്ചില്ലേ. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ചോദിച്ചെന്ന്. അമ്മച്ചി എന്നെ വിളിച്ചത് എന്തൊക്കെയാ, ഞാൻ പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. അല്ല അമ്മച്ചി പറഞ്ഞ പോലെ ഞാൻ ഒരു സാധനം സ്ഥാപിച്ചത് പോലുമില്ല. അപ്പോൾ പുള്ളിക്കാരി കുറച്ചൊന്ന് കൂളായിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ അനിയത്തിക്ക് ട്രിഗറായിട്ടിരിക്കുക. അതായത് അപ്പോൾ നിങ്ങൾ കുറേ നാളായി എൻ്റെ പേരും പറഞ്ഞ് വഴക്കിടുന്നു, എന്തുവാ നിങ്ങൾ എന്താ നടന്നതെന്നൊക്കെ എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് കലിപ്പുണ്ടാക്കും. അപ്പം ഞാൻ പറഞ്ഞ് നിൻ്റെ പേര് പറഞ്ഞ് ഞാൻ വഴക്കിട്ടിട്ടില്ല, നിനക്ക് ഡ്രസ്സ് എടുത്ത് തരണം എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ കയ്യിലോട്ട് വഴക്കിട്ടു. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവേ ചെയ്തേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവളങ്ങ് റൈസ് ചെയ്ത് വരിക. നീ ഭക്ഷണത്തിന് വരെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത്. പിന്നെന്തൊക്കെയോ കുറേ പറഞ്ഞ്, അതായത് നീ എന്തുവാ പറയുന്നത്, നീ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ വീടിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരമായി. അപ്പം ഞാൻ പറഞ്ഞ് ചിഞ്ചു നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോളിയിൽ പഠിക്കുന്ന സമയത്ത് പണിയെടുത്തിട്ട് പാർട്ട് ടൈമായിട്ട് പണിയെടുത്തിട്ട് ആ പൈസ കൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള ഡയലോഗ് വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞു അതൊക്കെ പഠിപ്പിച്ചെന്ന്. അതൊക്കെ എൻ്റെ അച്ഛൻ്റെ പൈസയ്ക്കാണ് പഠിച്ചതെന്ന്. അതായത് ഫസ്റ്റ് ഇയറിൽ 10,000, സെക്കൻഡ് ഇയറിൽ 11,000, തേർഡ് ഇയറിൽ 12,000 രൂപ, പിന്നെ എക്സാം ഫീസ്, ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ആയിട്ട് വേറെ. ഇതൊക്കെ അവളുടെ അച്ഛൻ്റെ പൈസയിൽ നിന്നാണ് പഠിച്ചതെന്ന്. അപ്പോൾ അത്രയും കാലം കിടന്ന് ഓടി ആ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, അതും പോളിയിൽ മെക്കാനിക്കൽ പഠിക്കുന്നവർക്ക് എല്ലാവരും അറിയാം, റെക്കോർഡും അസൈൻമെൻറ്റും ഡ്രോയിങ് ഷീറ്റൊക്കെ ആയിട്ട് നമുക്ക് വരച്ച് ലൈഫ് തീർന്നു പോവാം. അതിനിടയ്ക്ക് ഞാൻ ആലപ്പുഴയിൽ നിന്ന് കോട്ടയം വരെ ലിഫ്റ്റ് അടിച്ച് പോയിട്ട് വരുന്നു, രാത്രിയിൽ ബാറിൽ സപ്ലയറായിട്ട് വർക്ക് ചെയ്യുന്നു, ശനിയും ഞായറും രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെ ശനിയും ഞായറും പണിയെടുക്കുന്നു. അങ്ങനെയൊക്കെ നടന്ന് പഠിപ്പിച്ച് ഇവിടെ ടൂറിന് വരെ ഞാൻ വിട്ടായിരുന്നു. എൻ്റെ ടൂറിൻ്റെ സമയത്ത് 5 ദിവസം എൻ്റെ കോളേജിലെ ക്ലാസ്സിലെ പിള്ളേർ ടൂറിന് പോയി. അവന്മാരവിടെ പോയ ദിവസം ഞാൻ 5 ദിവസം ടൂറിന് പോയത് കുതിരപ്പന്തിയിലെ പണി സൈറ്റിലാണ്. അതായത് പെയിൻറ് പണിയിൽ മറ്റേ സാൻഡിങ്ങിനാണ് ഞാൻ പോയത്. അപ്പോൾ അത്രയൊക്കെ നമ്മൾ ത്യജിച്ചുകൊണ്ടാണ്, സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് വീട്ടുകാരെ നോക്കിയത് അനിയത്തിയുടെ പഠിത്തം സെറ്റാക്കിയതും. അത് മെറിറ്റിൽ കിട്ടിയ സീറ്റല്ല, മെറിറ്റിൽ കിട്ടാഞ്ഞുകൊണ്ട് പ്രൈവറ്റായിട്ടാണ് അവൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് ഇവളുടെ അച്ഛൻ്റെ പൈസയ്ക്ക് പഠിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അച്ഛൻ്റെ പൈസയ്ക്ക് എങ്ങനെയാണ് നീ പഠിച്ചത്, അച്ഛൻ്റെ പൈസയിൽ നിന്ന് 5 രൂപ ഇറക്കിയിട്ടില്ല, എല്ലാം ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പൈസയിൽ നിന്നാണ് നിന്നെ പഠിപ്പിച്ചത്, പിന്നെ നീ കള്ളം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല എനിക്ക് എൻ്റെ അമ്മ പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അമ്മച്ചിക്ക് ചോദിച്ചു എന്താ അവളെ പറയുന്നത് കറക്റ്റാണ്, അച്ഛൻ്റെ പൈസയ്ക്കാണ് പഠിച്ചത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, ഭർത്താവിൻ്റെ പൈസ ഇടാത്തൊന്നും എടുത്തിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു എന്ത് കള്ളത്തിലാമ്മ ഈ പറയുന്നത്, അപ്പം ഞാൻ ഇത്രയും കിടന്ന് ഓടിയതൊക്കെ എന്തു അമ്മ, അതൊക്കെ മാഞ്ഞു പോയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ പോയിൻറ്റ്സ്, അനിയത്തിയുടെ കരിയർ തുലച്ചത് ഞാനാണ്, അമ്മച്ചിയുടെ ജീവനാംശം ഇല്ലാണ്ടാക്കിയത് ഞാനാണെന്ന്. ഈ 2 കാര്യങ്ങളിലൊത്തും എനിക്ക് യാതൊരു പങ്കുമില്ല. അതായത് ജീവനാംശത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ കയ്യിൽ ജീവനാംശം മേടിച്ച് കൊടുത്തിരുന്നത് ഞാനാണ്. മാസം 12,000 രൂപ വെച്ച് അമ്മച്ചിയുടെ അക്കൗണ്ടിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ 1 രൂപ പോലും നമ്മൾ വീട്ടിലെ ചിലവിന് ഇന്നവരെ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിരുന്നത് എനിക്കിപ്പോൾ റിച്ച് ആവാറുണ്ട്. കാരണം ഞാൻ പണിയെടുക്കുന്ന പൈസ ഞാൻ മാറ്റി വെച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അമ്മച്ചിക്ക് ജീവനാംശം കിട്ടുന്ന പൈസ വെച്ച് ജീവിത ചിലവുകൾ നടത്തിയാൽ മതിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഇപ്പോൾ ഒരു 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ തൊട്ട് 8 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ എൻ്റെ കയ്യിലിരുന്നേനെ. ഞാനിപ്പോൾ ഇങ്ങനെ കിടന്ന് ഓടണ്ടായിരുന്നു. അതുപോലെ അനിയത്തിയുടെ കരിയർ ഞാനിങ്ങനെ നശിപ്പിക്കുന്നത്, ഞാൻ അവളുടെ കയ്യിൽ ഗ്രീൻ ഹൗസിൽ നിൽക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല, ഗ്രീൻ ഹൗസിലോട്ട് അവളെ ഞാൻ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നിട്ടില്ല. അവൾ പണിക്കാശിനും വേണ്ടി നിന്നപ്പോൾ ഞാൻ അതെല്ലാം കൊടുത്ത് അവൾക്ക് ഇതിനേക്കാളും കൂടുതൽ സ്കിൽസ് ഞാൻ
ഇമ്പ്രൂവ് ചെയ്ത് കൊടുത്തു. അതായത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കേണ്ടത്, സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനാണ് അവളെ A to Z കാര്യങ്ങൾ പഠിപ്പിച്ച് അതിൽ ഒന്ന് സ്കിൽഡാക്കി കൊടുത്തത്. അപ്പം അവൾക്ക് കരിയർ ഗ്യാപ്പ് വന്നത് ഞാനാണ്. അതേപോലെ വേറെ ഒരു കാര്യങ്ങളും നോക്കാഞ്ഞിട്ടാണ് അവൾക്ക് കരിയർ ഗ്യാപ്പ് വന്നത്. അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോട്ട് ഗ്രീൻ ഹൗസിൽ വരുന്നില്ല. അപ്പൊ അവക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യായിരുന്നല്ലോ. അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നത്. അയ്യോ, അപ്പൊ ട്രൈ ചെയ്തില്ലെന്ന് പറയല്ലേടി. അപ്പൊ ട്രൈ ചെയ്തായിരുന്നു, കുറെ ഇങ്ങനെ കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു. അല്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ പറയാതിരിക്കുന്നത്? അത് പറയേണ്ട കാര്യമല്ല. അല്ല, ആ സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നല്ലോ. ആ സമയത്ത് ഒന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാം ഇവന്റെ തലയിലായി. അവൻ ഭാവി തൊലച്ചു എന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും അന്ന് ഇവള് മേളിലോട്ടൊക്കെ കയറിപ്പോയി. സംസാരിച്ചാൽ കഴിഞ്ഞിട്ട് ഇവള് മേളിലോട്ട് ചാടാനെന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയി. അപ്പോൾ ഇവള് പിടിച്ചാദ്യം. അപ്പം ഞാൻ ചെന്ന് പിടിച്ച്. കാരണം ചാടി വീണ് കഴിഞ്ഞിട്ട് ഒരാൾക്കൊരു അപകടം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ സാരമില്ല അവർ തന്നെ ചാടിയല്ലേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം വീട്ടിലൊരാളാണ്. അപ്പോഴും ഞാൻ എൻ്റെ അനിയത്തിയല്ലേ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് ഞാനും അനിയത്തിയും തമ്മിൽ സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. അമ്മയാണെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം വഷളാക്കിയത് അമ്മ ഒരാളാണ്. അതെ, അമ്മയാണ് തുടങ്ങിയത്. രാവിലെ അവള് ഡ്രസ്സ് മേടിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, അമ്മയാണ് ഇതിന്റെ ഇടക്ക് നിന്ന് കളിച്ചത്. അതെ, അപ്പൊ അതിനകത്ത് ഇവള് രാത്രി റൂമിൽ കിടന്നിട്ട് അമ്മയുടെ ഇങ്ങനെ ചെവിയിൽ അമ്മ എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ പറയാന്ന് പറഞ്ഞ് ഇതാക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയാണ് ഇതൊരു ഇഷ്യൂ ആക്കി തുടങ്ങിയത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവള് ചാടാനായിട്ട് മേളിലോട്ട് കയറുമ്പോൾ നമ്മൾ പിടിച്ച് നിർത്തുമ്പോഴും അമ്മ താഴെ സ്റ്റെപ്പ് കയറാൻ വയ്യാഴികയുള്ള ആളൊന്നും അല്ല കേട്ടോ. സ്റ്റെപ്പ് കയറാണ്ട് താഴെ നിന്നിട്ട് ചിഞ്ചു ചിഞ്ചു എന്ന് പറയുക. എനിക്കങ്ങ് പെരുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ചാടി ചാവാനുള്ള ട്രിഗറെല്ലാം ഇട്ട് കൊടുത്തിട്ട് താഴത്തുനിന്ന് മുങ്ങിയ തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എന്തോ പണിയാണ് കാണിക്കുന്നത്, കയറി വന്ന് അവളെ പിടിക്കുകയെങ്കിലും ചെയ്യും, അമ്മച്ചല്ലേ ഇത് ഇത്ര ആക്കിയെന്ന് ചോദിച്ചു. അപ്പോഴും താഴത്ത് നിൽക്കുമോ ചുമ്മാ എന്ന് വെച്ചാൽ ചാടട്ടെന്നായിരിക്കും വിചാരം. എങ്ങനെ ഇതൊക്കെ വിചാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് താഴോട്ട് വന്ന് ഇതിനിടയ്ക്ക് അവൾ എന്നെ 2 തല്ലൊക്കെ തന്ന് അവിടെ ഇരുന്ന ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ച് അടിച്ച്. ഞാൻ ഓർത്ത് സാരമില്ല, ഇവളുടെ ആ ഒരു ഇമോഷണൽ വികാരത്തിൻ്റെ പുറത്ത് ചെയ്തല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മളത് വിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവരെല്ലാവരെയും കൂളാക്കി താഴേക്ക് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വെച്ചു. കാരണം ഇനി അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അങ്ങനല്ല നമ്മൾ ഇറങ്ങിയത്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്ന് കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവരെ കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. വീട്ടിലെ പട്ടിക്കുട്ടിയുണ്ട്, അവർക്ക് പോലും ഫുഡും വെള്ളവും ഒന്നും കൊടുക്കുന്നില്ല. നമ്മളില്ലാത്തപ്പോഴാണെങ്കിൽ പോലും അവർക്ക് വെള്ളം പോലും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ശരിയാ അവർക്ക് വേണ്ടി ഞാൻ പോകാനായിട്ട് നിന്നിട്ട് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് ഫുഡും വെള്ളം ഒന്നും കൊടുക്കാതിരിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങള് പോകാതെ അവിടെ തന്നെ കുറച്ച് ദിവസം ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടും അവിടെ തന്നെ നിന്നത്. ഈ പ്രശ്നം നടന്ന് അതിന്റെ തൊട്ടടുത്ത ദിവസമല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അമ്മയോട് പറഞ്ഞ്, അമ്മ ഇതുപോലെ പ്രോസസ്സിങ് നടക്കുവാണ്, ഇപ്പൊ കാശിന് അത്യാവശ്യമുണ്ട്. അപ്പോൾ വീടിന്റെ ലീസിന് എടുത്തിരിക്കുന്നത് 7.5 ലക്ഷം രൂപയാണ്. അതിൽ 5 ലക്ഷം അമ്മയുടെയും ബാക്കി 2.5 ലക്ഷം ഞങ്ങളുടെ 2 പേരുടെയും കൂടെയാണ്. അപ്പൊ പ്രോസസ്സിങ്ങിന് അത് ആവശ്യം വന്നപ്പോഴത്തേക്കും എന്തായാലും വീടിന്റെ ഓണേഴ്സ് അതിപ്പോ തരാൻ പോകുന്നില്ല, കാലാവധി കഴിയാതെ തരത്തില്ല. അപ്പോഴത്തേക്കും നമുക്കിപ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് ഇവൻ കാറിന് വേണ്ടിയിട്ട് അനിയത്തിയുടെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മയും അനിയത്തിയും പറഞ്ഞത് പ്രകാരമാണ് ലോൺ വെച്ചത്. അല്ലാണ്ട് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോൾഡ് ആയിക്കോട്ടെ, കുതിരപ്പന്തിയിൽ കിടക്കുന്ന സ്ഥലം ആയിക്കോട്ടെ, ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ അച്ഛൻ ഉണ്ടാക്കിയ സാധനങ്ങൾ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ എനിക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാകുന്ന വിജയങ്ങൾ എൻ്റെ അധ്വാനത്തിൽ നിന്ന് മതി എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ ഗ്രീൻ ഹൗസിൻ്റെ കമ്പനിയുടെ പേരിലൊക്കെ ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നോക്കിയപ്പം അമ്മയും അനിയത്തിയാണ് പറഞ്ഞത്, എടാ ഇല്ല, തൽക്കാലം ഇതിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് ലോൺ വെച്ചോ. അതായത് 2,70,000 രൂപയ്ക്ക് മാത്രമുള്ളതേ വെച്ചിട്ടുള്ളൂ, അല്ല കാറിനടുത്തുള്ള 6,15,000 രൂപയ്ക്കുള്ള സാധനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ പൈസ ഞാനാണ് അറേഞ്ച് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ അമ്മ ഇപ്പോൾ ഒരു ഓപ്ഷന് നമ്മുടെ കയ്യിലുള്ളൂ, ഇവളുടെ പൈസ അതിനകത്തുള്ളതുകൊണ്ടാണ് അത് ഫ്രീ ആക്കേണ്ടത്. അപ്പം 2 ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇപ്പം ലീസിനെടുത്തേക്കുന്ന വീടിൻ്റെ ഓണേഴ്സ് കാലാവധി കഴിയാണ്ട് തരത്തില്ല. ഒന്നെങ്കിൽ കുതിരപ്പന്തിയിലെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഓഹരിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതിനകത്ത് എൻ്റെ ഈ 2.5 ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കുക. അതിപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ പൈസയിലെ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ഇട്ടേക്കുന്ന പൈസയിലെ നമ്മൾ ചോദിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിഞ്ചുവിൻ്റെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടല്ലോ, ആ ലോൺ ഞാൻ അടച്ചൊക്കെ തീർത്തിട്ട് അതിനകത്ത് നിന്ന് ഈ 2.5 ലക്ഷം രൂപയ്ക്ക് മാത്രമുള്ള സാധനം ഞാൻ വിറ്റ് 2.5 ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കിയിട്ട് എൻ്റെ 1,36,000 ഇവളുടെ 1,14,000 രൂപയും ഫ്രീ ആക്കിയിട്ട് ബാക്കി ഗോൾഡ് ഫുള്ള് ചിഞ്ചുവിന് കൊടുത്തിട്ട് സെറ്റ് ചെയ്താൽ പോലെയെന്ന് ചോദിച്ചു. അപ്പം അതാകുമ്പോൾ 7.5 ലക്ഷം കിട്ടുമ്പോഴത്തേക്കും
ഞങ്ങളുടെ കാശ് അവിടെ കിടക്കുന്നത് അത് ഡയറക്റ്റ് ഫുൾ ആയിട്ട് അവരുടെ കയ്യിലോട്ട് അതെ, ആ 2.5 കൂടെ അഞ്ചിന് കൊടുത്ത് 2.5 ഉള്ള ഞങ്ങളുടെ 2.5 ഉള്ളതും കൂടെ അമ്മച്ചിക്ക് ചിഞ്ചുവിനെ എടുക്കാമല്ലോ. അപ്പം അമ്മച്ചി പറഞ്ഞില്ല, കുതിരപ്പത്തിൽ വീടൊന്നും വിൽക്കത്തില്ല, അത് ചിഞ്ചുവിനെ കെട്ടിക്കുമ്പോഴത്തേക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഗോൾഡിൻ്റെ കാര്യമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ചിഞ്ചു റൂമിൽ നിന്ന്, എനിക്ക് മിണ്ടത്തില്ലായിരുന്നു, ചിഞ്ചു റൂമിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു ഇല്ല അത് പറ്റത്തില്ല, അങ്ങനെ എൻ്റെ ഗോൾഡൊന്നും തരാൻ പറ്റത്തില്ല എന്ന്. ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് മനസ്സിലായി ഇവൾ ആക്ച്വലി വീട്ടിലെ കാര്യങ്ങൾ വീഡിയോ ആക്കി പ്രോപ്പറായിട്ട് അവളുടെ സൈഡിൽ നിന്ന് സേഫ് ആക്കുവാണ്. അത് നാളെ അവളുടെ പേജിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അവൾ അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ടോ വരുമെന്ന് മനസ്സിലായി. അതിനകത്തും അവൾ കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആക്ച്വലി അത് കാണുന്നില്ല. ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ഇവൾ ഫോണും വെച്ചിട്ടാണ്, ഫോൺ ഓണാക്കി ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് ഈ കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ മുഖത്ത് നോക്കി ഇവൾ കള്ളം പറയുക. ഞാനാണെങ്കിൽ ഈ കള്ളത്തരമൊക്കെ ഇട്ടിട്ട് എനിക്ക് പെരുത്തിട്ട് ഞാൻ മിണ്ടണില്ല, ഞാൻ തിരിച്ച് മിണ്ടാതിരിക്കുക. അപ്പോഴും ഇവൾ ഈ കള്ളത്തിന് പറഞ്ഞു പോയത് എന്തിനാന്ന് എനിക്ക് ലാസ്റ്റ് ഈ ക്യാമറ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് അവളുടെ ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്ത് നമ്മളെ കംപ്ലീറ്റ്ലി പ്രശ്നേഷാക്കിക്കൊണ്ട് ഒരു വീഡിയോ അവൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു രണ്ടാമത്തെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. അത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിൽക്കത്തില്ല.